everyone, welcome to Elance Tuition. And നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ദാറ്റ് ഈസ് എസ്എ ക്വസ്റ്റൻ ആയിട്ട് വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക് ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. സോ ദർ ആർ 7 പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് അല്ലെ, 7 പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ആണുള്ളത്. സോ ബേസിക്കലി ഇൻഷുറർ ആൻഡ് ഇൻഷുർഡ് അല്ലെ, ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് ഇൻഷുറർ ഉണ്ടാവും, ദാറ്റ് ഈസ് ഇൻഷുറൻസ് കമ്പനി, ആൻഡ് ദ ഇൻഷുർഡ് ദാറ്റ് ഈസ് ആരാണ് ഇൻഷുറൻസ് എടുക്കുന്നത് അവരെയാണ് നമ്മൾ ഇൻഷുർഡ് എന്ന് വിളിക്കുന്നത്. സോ ഈ ഇൻഷുററും ഇൻഷുർഡും ഫോളോ ചെയ്യേണ്ട certain principles അത് ഏതൊക്കെയാണെന്നുള്ളതാണ് 7 principles of insurance അകത്ത് പറയുന്നത്. സോ 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. The first one is utmost good faith. സോ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് ഇൻഷുററും ഇൻഷുർഡും, അതായത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന വ്യക്തിയും ഇൻഷുറൻസ് കമ്പനിയും പരസ്പരം എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആസ് എൻ ഒരു ഇൻഷുറൻസ് ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണ് ഞാൻ. ഓക്കെ, ഞാനൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു. സോ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് ഞാൻ എന്ന് പറയുന്ന ഇൻഷുർഡ് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എൻ്റെ ഹെൽത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇൻഷുറൻസ് കമ്പനിയെ ധരിപ്പിച്ചിരിക്കണം. എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പാസ്റ്റ് ഹിസ്റ്ററി, ഹെൽത്തുമായി ബന്ധപ്പെട്ട് പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ട് എങ്കിൽ, എനിക്ക് മുൻപ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് ഇൻഷുറൻസ് കമ്പനിയെ ധരിപ്പിച്ചിരിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. ഓക്കെ, സോ മെറ്റീരിയൽ ഫാക്ട്സ് എന്തിനു മുകളിലാണോ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ഇൻഷുറൻസ് കമ്പനിയെ ധരിപ്പിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനമുണ്ട്, ആ ബിസിനസ് സ്ഥാപനത്തിന്റെ ഗോഡൌണിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. ഈ ഗോഡൌൺ നിലനിൽക്കുന്നത് ഒരു ഗ്യാസ് പ്ലാന്റിന്റെ തൊട്ടടുത്തായിട്ടാണ് എങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ ധരിപ്പിക്കണം. കാരണം ഗ്യാസ് പ്ലാന്റിന്റെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപകടം നടക്കാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ, അപകടം നടക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ ധരിപ്പിച്ചിരിക്കണം. സോ ഇത്തരത്തില് എന്തിനു മുകളിലാണോ ഇൻഷുറൻസ് എടുക്കുന്നത് അത് കൃത്യമായിട്ട് ഇൻഷുറൻസ് കമ്പനിയെ ധരിപ്പിക്കുക എന്നുള്ളത് ഇൻഷുർഡിന്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ഇൻഷുററും ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസും ഇൻഷുർഡിനെ അറിയിക്കുകയാണ്. So this is in the utmost good faith. Okay, and the next principle is insurable interest അഥവാ ഇൻഷുറൻസ് എടുക്കാനുള്ള താല്പര്യം. ഓക്കെ, സോ എന്തിനു മുകളിലാണോ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് അതിനു മുകളിൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാനുള്ള താല്പര്യം ഉണ്ടാവണം, എന്നാൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പറ്റുള്ളൂ. ഇനി എപ്പോഴാണ് ഇൻഷുറൻസ് എടുക്കാനുള്ള താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത്, അതായത് ആ വസ്തു അല്ലെങ്കിൽ എന്തിനു മുകളിലാണോ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് അത് നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് നേട്ടം ഉണ്ടാവണം. ഓക്കെ, എന്നാൽ അതിന് എന്തെങ്കിലും തരത്തിലുള്ള അപകടമോ നഷ്ടമോ സംഭവിക്കുന്നത് കൊണ്ട് നമുക്ക് ഫൈനാൻഷ്യൽ ലോസ്, അതായത് സാമ്പത്തിക നഷ്ടം ഉണ്ടാവണം. അപ്പൊ നമുക്ക് അതിനു മുകളിൽ ഇൻഷുറൻസ് എടുക്കാനുള്ള താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇവിടെ മൈ ഹൗസ്, എന്റെ വീട്. ഓക്കെ, എന്റെ വീടിന് മുകളിൽ എനിക്ക് ഇൻഷുറൻസ് എടുക്കാം. എന്തുകൊണ്ടാ? അതായത് അത് നിലനിൽക്കുന്നത് കൊണ്ട് എനിക്ക് നേട്ടമുണ്ട്. ഇനി അതിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് ഫൈനാൻഷ്യൽ ലോസും ഉണ്ടാവും അല്ലെ. അതുകൊണ്ട് അതിനു മുകളിൽ എനിക്ക് എന്തെടുക്കാം? ഇൻഷുറൻസ് എടുക്കാം, ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട്. റൈറ്റ്. എന്നാൽ എന്റെ നൈബറുടെ ഹൗസ്, നൈബേഴ്സ് ഹൗസ്, എന്റെ തൊട്ടടുത്ത വീട്, ഓക്കെ, അത് നിലനിൽക്കുന്നത് കൊണ്ട് എനിക്ക് നേട്ടമില്ല, അത് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുന്നതുകൊണ്ട് എനിക്ക് നഷ്ടമില്ല. ഉണ്ടോ? ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടാവോ? ഇല്ല. സോ അതിനു മുകളിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല. കാരണം അതിനു മുകളിൽ എനിക്ക് ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഇല്ല. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ ദിസ് ഇസ് വാട്ട് ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ്. ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കണമെങ്കിൽ എന്തിനു മുകളിലാണോ ഇൻഷുറൻസ് എടുക്കുന്നത് അതിനു മുകളിൽ എനിക്ക് ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാവണം. അപ്പൊ മാത്രമേ എനിക്ക് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ഇൻഡെമിനിറ്റി അഥവാ നഷ്ടപരിഹാരം എന്ന് പറയും. ഓക്കെ, നഷ്ടപരിഹാരം അതായത് ഇൻഡെമിനിറ്റി പ്രിൻസിപ്പിൾസിൽ പറയുന്നത് ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസ് പോളിസി തുക തരുന്ന സമയത്ത് എത്രയാണോ ആക്ച്വൽ ലോസ്, എത്രയാണോ യഥാർത്ഥത്തിൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ആ നഷ്ടപരിഹാരം മാത്രമേ ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുർഡ് അഥവാ ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കുന്ന വ്യക്തിക്ക് നൽകൂ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ഇൻഡെമിനിറ്റി. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഈ പറഞ്ഞതുപോലെ ഗോഡൌൺ, നമ്മുടെ ബിസിനസിന്റെ ഗോഡൌൺ, ഈ ഗോഡൌണിന് മുകളിൽ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇൻഷുറൻസ് പോളിസി എടുത്തത് 5 ലക്ഷം രൂപയ്ക്കാണ്. എത്രയാണ്? 5 ലക്ഷം രൂപയ്ക്കാണ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുള്ളത്. ഓക്കെ, തീ പിടിച്ചു, നഷ്ടം സംഭവിച്ച സമയത്ത് എനിക്ക് 2 ലക്ഷം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്. ഓക്കെ, 2 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു. ഇവിടെ ഇൻഷുറൻസ് കമ്പനി എനിക്ക് 5 ലക്ഷം രൂപയാണോ തരിക, 2 ലക്ഷം രൂപയാണോ തരിക? യെസ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി പ്രകാരം യഥാർത്ഥത്തിൽ എത്ര രൂപയാണോ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ആ നഷ്ടത്തുക മാത്രമേ ഇൻഷുറൻസ് കമ്പനി നമുക്ക് നൽകുകയുള്ളൂ. ദാറ്റ് ഈസ് 2 lakh rupees. ഓക്കെ,
ആക്ച്വൽ ലോസ് എത്രയാണോ, യഥാർത്ഥത്തിൽ നമുക്ക് എത്ര രൂപയാണ് നഷ്ടം സംഭവിച്ചത്, ആ നഷ്ടത്തുക മാത്രമേ ഇൻഷുറൻസ് കമ്പനി ഇൻഷുർഡിന് നൽകുന്നുള്ളൂ. സോ 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഷുറൻസ് പോളിസി തുകയാണ്. 5 ലക്ഷം രൂപയല്ല, മറിച്ച് എത്രയാണോ യഥാർത്ഥ നഷ്ടം അത് മാത്രമേ ഇൻഷുറൻസ് കമ്പനി നൽകുള്ളൂ. ഇനി ഫോർ എക്സാമ്പിൾ 5 ലക്ഷം രൂപയുടെ പോളിസിയാണ് ഞാൻ എടുത്തത്. ഓക്കെ, ഇനി 6 ലക്ഷം രൂപയാണ് എനിക്ക് നഷ്ടം സംഭവിക്കുന്നത് എങ്കിലോ ആ കേസിൽ എത്രയാണോ മാക്സിമം പോളിസി തുക, ദാറ്റ് ഈസ് 5 lakh rupees, ആ തുകയാണ് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരമായിട്ട് നൽകുന്നത്. ഓക്കെ, ആക്ച്വൽ പോളിസി തുക എന്താണോ ആ തുകയാണ്, ആ പോളിസി തുകയ്ക്ക് മുകളിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഇൻഷുറൻസ് കമ്പനി ഇൻഷുർഡിന് നൽകുന്നത്. ഓക്കെ, സോ ഇൻഡെമിനിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ, ഇൻഷുർഡ് ഈസ് entitled to get only the actual amount of loss suffered by him and it will not be a source of profit. ഒരു സോഴ്സ് ഓഫ് പ്രോഫിറ്റ് ആയിട്ട് ഇവിടെ ഇൻഷുറൻസ് പോളിസിനെ ആരും കാണാൻ പാടില്ല എന്നുള്ള ലക്ഷ്യമാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റിക്ക് ഉള്ളത്. അതായത് ഫോർ എക്സാമ്പിൾ 2 ലക്ഷം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്, എന്നാൽ ഇൻഷുറൻസ് കമ്പനി എനിക്ക് 5 ലക്ഷം രൂപ തരികയാണെങ്കിൽ അവിടെ 3 ലക്ഷം രൂപേന്റെ പ്രോഫിറ്റ് അല്ലേ ആണ്. അങ്ങനെ തരാൻ ആരും അനുവദിക്കില്ല, ഇൻഷുറൻസ് കമ്പനി അനുവദിക്കില്ല. ആക്ച്വൽ ലോസ് എത്രയാണോ അത് മാത്രമേ ഇൻഷുറൻസ് കമ്പനി നികത്തുകയുള്ളൂ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി. ആൻഡ് ദ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് കോസ പ്രോക്സിമ അല്ലെങ്കിൽ പ്രോക്സിമേറ്റ് കോസ്. ഓക്കെ, അതായത് ഒരു നഷ്ടം സംഭവിക്കുന്നതിന് ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള കാരണം എന്താണോ അത് പരിഗണിച്ചുകൊണ്ടാണ് ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് പോളിസി തുക നൽകുന്നത് എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് കോസ പ്രോക്സിമ. ഫോർ എക്സാമ്പിൾ നമ്മൾ ബൈ ഷിപ്പ് നമ്മൾ ഗുഡ്സുകൾ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് അല്ലെ. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നമുക്ക് ഗുഡ്സുകൾ എത്തിക്കണമെങ്കിൽ ബൈ ഷിപ്പ് നമ്മൾ ഗുഡ്സുകൾ എത്തിക്കാറുണ്ട്. സോ ഈ ബൈ ഷിപ്പിൽ ഗുഡ്സുകൾ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഉണ്ടായേക്കാവുന്ന നഷ്ടസാധ്യതയ്ക്കെതിരെ നമ്മൾ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണ്. എന്താണ് നഷ്ടസാധ്യത? യെസ്, 2 ഷിപ്പുകൾ കൂട്ടിയിടിക്കുകയാണെങ്കിൽ ഈ കൂട്ടിയിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗുഡ്സിന് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അതിനെതിരെയുള്ള ഇൻഷുറൻസ് പോളിസിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ബൈ ഷിപ്പ് നമ്മുടെ ഗുഡ്സ് പോകുന്നു, മറ്റൊരു ഷിപ്പുമായിട്ട് കൂട്ടിയിടിക്കുന്നു. എന്നാൽ കൂട്ടിയിടിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗുഡ്സിന് ഒന്നും സംഭവിക്കുന്നില്ല. കൂട്ടിയിടിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗുഡ്സിന് ഒന്നും സംഭവിക്കുന്നില്ല, മറിച്ച് ഷിപ്പിന് കുറച്ച് കേടുപാടുകൾ സംഭവിച്ചു. ഈ കേടുപാടുകൾ തീർക്കുന്നതിന് വേണ്ടി കുറച്ചധികം സമയം കടലിൽ ഈ ഷിപ്പിന് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതിന്റെ ഭാഗമായിട്ട് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ നേരം വൈകി. എന്നാൽ ഈ നേരം വൈകിയതിന്റെ ഭാഗമായിട്ട്, അതായത് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വൈകിയതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗുഡ്സിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, വൈകിയതിന്റെ ഭാഗമായിട്ട് ഗുഡ്സിന് കേടുപാടുകൾ സംഭവിച്ചു. ഇവിടെ ഗുഡ്സിന് നഷ്ടം സംഭവിക്കാനുള്ള കാരണം എന്താണ്? ഏറ്റവും അടുത്തുള്ള കാരണം എന്താണ്? ഷിപ്പ് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വൈകിയതിന്റെ ഭാഗമായിട്ടാണ് അല്ലെ. ഷിപ്പ് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വൈകിയതിന്റെ ഭാഗമായിട്ടാണ് ഗുഡ്സിന് കേടുപാടുകൾ സംഭവിച്ചത്. കപ്പലുകൾ കൂട്ടിയിടിച്ച സമയത്ത് ഗുഡ്സിന് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല, ഗുഡ്സിനൊന്നും സംഭവിച്ചില്ല. സോ ഇത്തരം സാഹചര്യത്തിൽ ഏറ്റവും അടുത്തുള്ള കാരണം എന്ന് പറയുന്നത് വൈകിയതാണ്. അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യില്ല, ഇൻഷുറൻസ് പോളിസി തുക നൽകില്ല. സോ ഒന്നിലധികം കാരണങ്ങൾ ഉണ്ട് നഷ്ടം സംഭവിക്കാനെങ്കിൽ ഏറ്റവും അടുത്തുള്ള കാരണം എന്താണോ അത് പരിഗണിച്ചുകൊണ്ടാണ് ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് പോളിസി തുക നൽകുക എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് കോസ പ്രോക്സിമ അല്ലെങ്കിൽ പ്രോക്സിമേറ്റ് കോസ്. ക്ലിയർ? ആൻഡ് ദ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് സബ്രഗേഷൻ. സോ വാട്ട് ഐ മീൻ ബൈ സബ്രഗേഷൻ? അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് പോളിസി, എന്തിനു മുകളിലാണോ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് അതിന് നഷ്ടം സംഭവിക്കുന്നു. ഓക്കെ, അതിന് നഷ്ടം സംഭവിക്കുന്നു. ആ നഷ്ടം ഇൻഷുറൻസ് കമ്പനി എനിക്ക് നികത്തി തരുന്നു. പിന്നീട് ആ വസ്തുവിന് മുകളിലുള്ള ഓണർഷിപ്പ് ആർക്കായിരിക്കും? ഇൻഷുറൻസ് കമ്പനിക്കായിരിക്കും. അതായത് കംപ്ലീറ്റ് ഓണർഷിപ്പ് അല്ല, മറിച്ച് അതിന് മുകളിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരം ഈടാക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ അത് ഇൻഷുറൻസ് കമ്പനിക്കായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടാവുന്നു. ഓക്കെ, സോ ആക്സിഡന്റ് ഉണ്ടായി, വണ്ടിക്ക് കേടുപാടുകളൊക്കെ സംഭവിച്ചു. ഈ നഷ്ടം ഇൻഷുറൻസ് കമ്പനി എനിക്ക് നികത്തി തന്നു. ഓക്കെ, ഇൻഷുറൻസ് കമ്പനി എനിക്ക് നികത്തി തന്നു. പിന്നീടാണ് അറിയുന്നത് ഈ ആക്സിഡന്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി മനഃപൂർവ്വം ചെയ്ത ഒരു ആക്സിഡന്റ് ആയിരുന്നു. ആ വ്യക്തിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവകാശമുണ്ട് അല്ലെ. തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഓൾറെഡി ഇൻഷുറൻസ് കമ്പനി എന്റെ നഷ്ടം നികത്തി തന്നു. അതായത് വാഹനത്തിന് പറ്റിയ കേടുപാടുകളൊക്കെ നോക്കിയ സമയത്ത് ടോട്ടൽ എന്താണ് 20,000 റുപ്പീസിന്റെ 20,000 രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഈ നഷ്ടം ഇൻഷുറൻസ് കമ്പനി എനിക്ക് നികത്തി തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നീട് ഈ മനഃപൂർവ്വം ഇടിച്ചതാണെന്ന് മനസ്സിലായ സമയത്ത് ആ വ്യക്തിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള അവകാശം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ 20,000 എന്റെ
എനിക്ക് ടോട്ടൽ നഷ്ടപരിഹാരം എത്ര കിട്ടി? 40,000 കിട്ടും അല്ലെ? അവിടെ 20,000 എന്റെ ആക്ച്വൽ ലോസ് എത്രയേ ഉള്ളൂ? 20,000 ഉള്ളൂ, റൈറ്റ്? ആ നഷ്ടം ഓൾറെഡി എനിക്ക് ഇൻഷുറൻസ് കമ്പനി തന്നിട്ടുണ്ട്. പിന്നീട് ഈ വ്യക്തിയിൽ നിന്നും 20,000 കിട്ടിക്കഴിഞ്ഞാൽ 40,000 എനിക്ക് കിട്ടും, 20,000 എന്റെ ലാഭമായിട്ട് മാറും. എന്നാൽ ഇത് എന്തിനെതിരാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റിക്ക് എതിരാണ് അല്ലെ? നഷ്ടപരിഹാരം എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് പ്രോഫിറ്റ് ആയിട്ട് ആരും കാണാൻ പാടില്ല എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് ഇൻഡെമിനിറ്റി, റൈറ്റ്? സോ അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യത്തിൽ പിന്നീട് ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരം ഈടാക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ അത് ആർക്കായിരിക്കും? ഇൻഷുറൻസ് കമ്പനിക്കായിരിക്കും. ഓക്കെ, സോ ഇതിനൊരു സോഴ്സ് ഓഫ് പ്രോഫിറ്റ് ആയിട്ട് ആര് കാണാൻ പാടില്ല? ഇൻഷുർഡ് കാണാൻ പാടില്ല, അല്ലെങ്കിൽ ഇൻഷുർഡിന് ഒരു പ്രോഫിറ്റ് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് ഇത് സബ്രഗേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. ഓക്കെ അല്ലേ? ആൻഡ് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഒരു ഇൻഷുർഡ് അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തി ഒന്നിലധികം ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട് എങ്കിൽ ഈ 2 കമ്പനികളിൽ നിന്നും എനിക്ക് നഷ്ടപരിഹാരം ലഭിക്കുമോ? അതായത് എനിക്ക് 20,000, ഈ പറഞ്ഞതുപോലെ കാർ ആക്സിഡന്റ് പറ്റി 20,000 രൂപ എനിക്ക് നഷ്ടം സംഭവിച്ചു. അപ്പോൾ ഞാൻ 2 കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്, എ ബി എന്ന് പറയുന്ന 2 കമ്പനികൾ. ഓക്കെ, സോ എ എന്നും എനിക്ക് 20,000 ലഭിക്കുന്നു, ബി എന്നും എനിക്ക് 20,000 ലഭിക്കുന്നു. ടോട്ടൽ എനിക്ക് എത്ര കിട്ടി? 40,000 കിട്ടി. 20,000 ലാഭമല്ലേ? ലാഭമാണ്. എന്നാൽ ഇത് എന്തിനെതിരാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റിക്ക് എതിരാണ്. സോ ഇത്തരം സാഹചര്യത്തിൽ ഒന്നിലധികം കമ്പനികളിൽ നിന്ന് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട് എങ്കിൽ ഈ ഇൻഷുറൻസ് കമ്പനികൾ ഒരുമിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? എന്റെ നഷ്ടം നികത്തുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന കമ്പനി 10,000, ബി എന്ന് പറയുന്ന കമ്പനി 10,000, ടോട്ടൽ 20,000 റുപ്പീസ് എന്റെ നഷ്ടപരിഹാരം എനിക്ക് ലഭിക്കും. ഓക്കെ, ക്ലിയർ? അതാണ് എന്ത്? കോൺട്രിബ്യൂഷൻ. ഓക്കെ, വെൻ ദ സെയിം സബ്ജക്ട് മാറ്റർ ഈസ് ഇൻഷുർഡ് വിത്ത് ഡിഫറെന്റ് ഇൻഷുറേഴ്സ്, ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് ലോസ് ഈസ് ഡിവൈഡഡ് അമംഗ് വാരിയസ് ഇൻഷുറേഴ്സ് അല്ലെ? ഈ ആക്ച്വൽ എമൗണ്ട് 20,000 എന്ന് പറയുന്ന ആക്ച്വൽ എമൗണ്ട് എന്ത് ചെയ്യപ്പെടുന്നു? 2 കമ്പനികളിലായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ട് അവർ 2 കമ്പനികൾ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? എന്റെ നഷ്ടം നികത്തുന്നത് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് കോൺട്രിബ്യൂഷൻ. ആൻഡ് ദ ലാസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് മിറ്റിഗേഷൻ ഓഫ് ലോസ്, അതായത് നഷ്ട ലഘൂകരണം എന്ന് പറയും. ഓക്കെ, സോ അതായത് സിമ്പിൾ ആണ്. അതായത് നഷ്ടം സംഭവിക്കുകയാണ്, നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നഷ്ടം സംഭവിക്കുകയാണ്. അതായത് നമ്മൾ എന്തിനു മുകളിലാണോ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത് അതിന് നഷ്ടം സംഭവിക്കുകയാണ്. ആ സംഭവിക്കുന്ന സമയത്ത് ആ നഷ്ടം ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട്, റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാൻ സാധിക്കുക അതൊക്കെയും ഇൻഷുർഡ് അഥവാ ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കുന്ന വ്യക്തി ചെയ്തിരിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് മിറ്റിഗേഷൻ ഓഫ് ലോസ് അല്ലെ? ഇവിടെ ഈ പിക്ചറിൽ കാണുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് ഈ പ്രിൻസിപ്പിൾ പറയുന്ന പിക്ചറാണ്. അതായത് നമ്മുടെ വീടിന് മുകളിൽ ഫയർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ വീട് തീപിടിക്കുന്ന സമയത്ത് ഞാൻ ഫയർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് നോക്കി നിൽക്കാൻ പാടുമോ? ഇല്ല, പാടില്ല. അതായത് ആ വീടിന് തീപിടിക്കുന്നുണ്ടെങ്കിൽ അതിന് ആ നഷ്ടം ലഘൂകരിക്കുന്ന, വീട് തീപിടിക്കുന്ന സമയത്ത് അതിനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് നഷ്ടം ലഘൂകരിക്കാൻ പറ്റും അതൊക്കെയും ഞാൻ ചെയ്യണം. ഓക്കെ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് മിറ്റിഗേഷൻ ഓഫ് ലോസ്. ഓക്കെ, സോ ദിസ് ആർ ദി 7 പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ഇറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക് ആണ്. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതിലേക്ക് ബൈ.